ഹലോ എവരിവൺ, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്? സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളും. അപ്പൊ ഇതിനകത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞില്ലേ. സിമ്പിൾ മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും പറഞ്ഞു. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ഒക്കെയായിരുന്നു പറഞ്ഞത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് വസ്തുക്കളെ മില്യൺ ടൈംസ്, അതായത് ദശലക്ഷം മടങ്ങ് വലിപ്പത്തിൽ കാണാനായിട്ട് സഹായിക്കുന്ന മൈക്രോസ്കോപ്പ് ആണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ 1000 ടൈംസ് ആയിരുന്നു അല്ലെ, അതായത് 1000 മടങ്ങൊക്കെ വലിപ്പത്തിൽ കാണിക്കാനും മാത്രമേ ഏത് സഹായിക്കത്തുള്ളൂ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് സഹായിക്കത്തുള്ളൂ. പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് മോർ ദാൻ എ മില്യൺ ടൈംസ്. 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakhs ആണ്, 10 ലക്ഷമാണ്. അപ്പൊ ഇങ്ങനെ 10 ലക്ഷം മടങ്ങിനേക്കാൾ കൂടുതൽ വലിപ്പത്തിൽ കാണാൻ സഹായിക്കുന്ന മൈക്രോസ്കോപ്പാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പൊ നമുക്ക് ഏതെങ്കിലുമൊക്കെ വസ്തുക്കളെ, വൈറസുകളെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സെൽസോ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി മാഗ്നിഫൈ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ലൈറ്റ് റേസ് ആയിരുന്നു യൂസ് ചെയ്തത് ഇല്ലേ. ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ബീം അല്ലെങ്കിൽ ഇലക്ട്രോൺ കിരണാവലിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലൈറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോൺ ബീം ഉപയോഗിച്ചിട്ട് നമ്മൾ വസ്തുക്കളെ മാഗ്നിഫൈ ചെയ്ത് കാണുന്നു. ഇനി ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ജർമ്മൻ സയന്റിസ്റ്റുമാരായ ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ എന്നിവരായിരുന്നു. അപ്പൊ ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും ജർമ്മൻ സയന്റിസ്റ്റുമാരായിരുന്നു. ഇവരാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൊക്കെ സാധാരണ ലെൻസ് ആയിരുന്നു അല്ലെ. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ഒരു ലെൻസ് മാത്രമേ ഉള്ളായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്തുകൊണ്ട് കുറെ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആകുമ്പോൾ അങ്ങനത്തെ സാധാരണ ലെൻസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു വസ്തുവിനെ കൂടുതലായിട്ട് നല്ല രീതിയിൽ വിശദമായിട്ട് പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ ഏത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ മതി? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇന്ന് പലതരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളുടെ സെൽസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ COVID-19 വൈറസ് ഒക്കെ അല്ലെ, അങ്ങനെയുള്ള വൈറസുകളെ കുറിച്ചൊക്കെ സ്റ്റഡി നടത്താൻ നമ്മളെ എന്ത് സഹായിക്കും? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സഹായിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ ഓബ്ജക്ട്സ് അല്ലെങ്കിൽ വസ്തുക്കൾ നോക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മൈക്രോസ്കോപ്പിലൂടെ വസ്തുക്കൾ നോക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ അതേപോലെ എടുത്തു വെച്ചിട്ടല്ല നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്നത്. അപ്പൊ അതിന് കുറെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ വസ്തുക്കളെ നോക്കുന്ന അല്ലെങ്കിൽ ഒബ്ജക്ട്സ് നോക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നമ്മളുടെ സെൽസ് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ റൂട്ടോ സ്റ്റെമ്മോ ലീവ്സോ ഒക്കെ, പ്ലാന്റ്സിന്റെ റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഒക്കെ നമുക്ക് ഏതിലൂടെ നിരീക്ഷിക്കാൻ പറ്റും? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ ഈ റൂട്ടോ സ്റ്റെമ്മോ ഒക്കെ നിരീക്ഷിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഞാനൊരു സ്റ്റെമ്മാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റെം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിലൂടെ എങ്ങനെ നിരീക്ഷിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ സ്റ്റെം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെമ്മിനെ ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ അതിന്റെ പാർട്സ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റെമ്മിന്റെ സെക്ഷൻസ് അല്ലെങ്കിൽ ഛേദങ്ങൾ എടുക്കുന്നു. അപ്പൊ ഇനി ഈ ഒരു വസ്തു, അതായത് ഇതെന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ സ്റ്റെം ആണ്. ഈ സ്റ്റെം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മൾ ഇങ്ങനെ വെറുതെ പുറത്ത് വെക്കാൻ പാടില്ല. ഇതെന്ന് പറയുന്നത്, അതായത് ഏത് വസ്തുവാണോ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാൻ പോകുന്നത് ആ വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ വെള്ളത്തിലിട്ട് വെക്കുക. എന്തിനായിരിക്കും അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്? വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യില്ല? ഡ്രൈ ആയി പോവില്ല. അതേസമയം നമ്മൾ വെള്ളത്തിലല്ലാതെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സെൽസ് ഒക്കെ ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലുള്ള സെൽ ഓർഗനൽസ് ഒന്നും മൈക്രോസ്കോപ്പിലൂടെ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഏത് വസ്തുവാണോ നിരീക്ഷിക്കാൻ പോകുന്നത് ആ വസ്തുവിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലിട്ട് വെക്കുന്നു. ഇനി മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പതുക്കെ ഈ സ്റ്റെം എടുക്കുന്നു. സ്റ്റെം എടുത്തിട്ട് അതിന്റെ സെക്ഷൻ എടുക്കണം, ഛേദം എടുക്കണം. അപ്പൊ ഛേദം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ്, ഒരു പുതിയ ബ്ലേഡ് എടുക്കുന്നു. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ സെക്ഷൻസ് അല്ലെങ്കിൽ ഛേദങ്ങൾ എടുക്കുന്നു. അപ്പൊ ഛേദം എടുക്കുക എന്ന് പറയുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തീരെ തിന്നായിട്ടുള്ള സെക്ഷൻസ് ആണ് എടുക്കേണ്ടത്. തീരെ കനം കുറഞ്ഞ ഛേദങ്ങൾ എടുക്കണം. അപ്പൊ നമ്മളിങ്ങനെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തിന്നായിട്ടുള്ള സെക്ഷൻസ് എടുക്കുന്നു. എടുത്തിട്ട് ആ സെക്ഷൻസ് അല്ലെങ്കിൽ ഛേദങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും വെള്ളത്തിലിട്ട് വെക്കുന്നു. എന്തിനായിരിക്കും വെള്ളത്തിലിട്ട് വെക്കുന്നത്? വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകില്ല അല്ലെ. അപ്പൊ വെള്ളത്തിലിട്ട് വെക്കുന്നു. ദെൻ അതിനുശേഷം ആ വെള്ളത്തിലിട്ട് വെച്ച സെക്ഷൻസ് അല്ലെങ്കിൽ ഛേദങ്ങളിൽ നിന്നും തീരെ കനം കുറഞ്ഞ 1-2 സെക്ഷൻസ് അല്ലെങ്കിൽ
ഛേദങ്ങൾ എടുത്ത് നമ്മൾ സ്റ്റെയിനകത്തിൽ ഇടുന്നു. സ്റ്റെയിൻ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന് എന്ത് കൊടുക്കണം? കളർ കൊടുക്കണം. അപ്പൊ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നല്ല രീതിയിൽ അതിനകത്തിലുള്ള ഓർഗനൽസ് എല്ലാം കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് സ്റ്റെയിൻ അല്ലെങ്കിൽ നിറം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ എടുത്ത സെക്ഷൻസ് അല്ലെങ്കിൽ ഛേദങ്ങളിൽ നിന്നും തീരെ തിന്നായിട്ടുള്ള 2-3 സെക്ഷൻസ് എടുത്ത് ഇവിടെ ഇട്ടു, സ്റ്റെയിനിൽ ഇട്ടു. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ആ സ്റ്റെയിനിൽ നിന്ന് എടുത്ത് വേണം ആ മെറ്റീരിയൽ മൈക്രോസ്കോപ്പിൽ വെച്ച് കാണാനായിട്ട്. മൈക്രോസ്കോപ്പിൽ ഒരു ഒബ്ജക്റ്റ് വെക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? സ്ലൈഡ് വേണം അല്ലെ? സ്ലൈഡിലാണ് ഒബ്ജക്റ്റ് സ്റ്റേജിലേക്ക് വെക്കുന്നത് അല്ലെ? മൈക്രോസ്കോപ്പിന്റെ പാർട്ടിൽ നമ്മൾ സ്റ്റേജ് ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ ഈ സ്റ്റേജിൽ ഒബ്ജക്റ്റ് തനിയെ എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു സ്ലൈഡ് വേണം. സ്ലൈഡ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഗ്ലാസ് ആണ് അല്ലെ? സ്മോൾ ആയിട്ട് ചെറുതായിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ഗ്ലാസ് ആണ്. അപ്പൊ ആ സെക്ഷൻ എടുത്ത് സ്റ്റെയിനിൽ നിന്ന് സെക്ഷൻ എടുത്ത് സ്ലൈഡിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ലൈഡ് നമ്മൾ എടുക്കുന്നു. എടുത്തിട്ട് ആ സ്ലൈഡിനെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം വേണം സ്ലൈഡ് എടുക്കാൻ. ആ സ്ലൈഡിനകത്തിൽ 1-2 തുള്ളി വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലിസറിനോ എടുക്കുന്നു. അപ്പൊ ആ വെള്ളത്തുള്ളി ഒന്നും ഒഴുകി പോകാൻ പാടില്ല. അത് ആ സ്ലൈഡിനകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 1-2 തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ഗ്ലിസറിനോ എടുക്കുന്നു. എടുത്തതിന് ശേഷം ആ സ്റ്റെയിനിൽ നിന്നും ഏറ്റവും കനം കുറഞ്ഞ ഒരു സെക്ഷൻ സ്റ്റെയിനിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പാടില്ല. സ്റ്റെയിനിൽ നിന്നും ആ ഒരു സെക്ഷൻ എടുത്ത് വീണ്ടും വെള്ളത്തിൽ ഒന്ന് കഴുകിയതിനു ശേഷം മാത്രം സ്ലൈഡിൽ വെക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെയിനിൽ ഇടുമ്പോഴത്തേക്ക് കൂടുതൽ കളർ അബ്സോർബ് ചെയ്യും അല്ലെ? അപ്പൊ ആ സെൽ ഓർഗനൽസ് ഒക്കെ ഒരു ഡാർക്ക് കളേർഡ് ആയി പോകും. അതായത് കൂടുതൽ ഇരുണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സെൽ ഓർഗനൽസ് ഒന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റെയിനിൽ നിന്നെടുത്ത് ഒന്നുകൂടി ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം എവിടേക്ക് എടുത്ത് വെക്കുന്നു? ഗ്ലാസ് സ്ലൈഡിൽ നമ്മൾ എടുത്ത ആ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലിസറിലേക്ക് വെക്കുന്നു. ഇനി ഈ കഴുകുക എന്ന് പറയുമ്പോൾ അവിടെ ശക്തമായിട്ട് പിടിച്ചൊന്നും വെള്ളം ഒഴിച്ച് കഴുകാനൊന്നും പാടില്ല. കാരണം ആ സെല്ലൊക്കെ എന്ത് ചെയ്തു പോകും? പൊട്ടിപ്പോവും. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ സ്റ്റെയിനിൽ നിന്ന് എടുത്ത് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ടായിരിക്കും എടുത്ത് എവിടേക്ക് വെക്കുന്നത്? സ്ലൈഡിലേക്ക് വെക്കുന്നത്. സെക്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സ്ലൈഡിനകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റെയിനിൽ നിന്നും വെള്ളത്തിലേക്ക് ഇട്ട സെക്ഷൻ എടുത്ത് എവിടേക്ക് വെക്കുന്നു? സ്ലൈഡിലേക്ക് വെക്കുന്നു. ദെൻ ഈ സ്ലൈഡിലേക്ക് വെച്ച ആ ഒരു സെക്ഷന് മുകളിൽ നമ്മളൊരു കവർ ഗ്ലാസ് ഇടും. കവർ ഗ്ലാസ് എന്ന് പറയുന്നത് തീരെ കനം കുറഞ്ഞ ഒരു ഗ്ലാസ് ആണ്. അപ്പൊ ആ സ്ലൈഡിൽ ഒബ്ജക്റ്റ് വെച്ചതിന് ശേഷം അതിന് മുകളിൽ എന്ത് ചെയ്യുന്നു? കവർ ഗ്ലാസ് വെക്കുന്നു. ഈ കവർ ഗ്ലാസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് എയർ ബബിൾസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പതുക്കെ ചെറുതായിട്ട് വേണം ഈ കവർ ഗ്ലാസ് കൊണ്ടുവന്ന് ഏതിന് മുകളിലേക്ക് വെക്കാനായിട്ട്? ഈ ഛേദത്തിന് മുകളിലേക്ക് വെക്കാനായിട്ട്. അപ്പൊ കവർ ഗ്ലാസ് ഇടുമ്പോഴത്തേക്ക് ചുറ്റുപാട് വെള്ളമൊക്കെ ഒലിക്കും അല്ലെ? അതായത് ആ സ്ലൈഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളം ഒലിക്കും. ആ വെള്ളമൊക്കെ എന്ത് ചെയ്യുക? ഒരു ടിഷ്യൂ പേപ്പറോ മറ്റോ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്ലാസ് സ്ലൈഡ് മൈക്രോസ്കോപ്പിന്റെ സ്റ്റേജിലേക്ക് വെക്കുന്നു. സ്റ്റേജിലേക്ക് വെച്ചതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ മൈക്രോസ്കോപ്പ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ആ സ്ലൈഡിന് മുകളിലേക്ക് ക്ലിപ്പ് കൂടി ഇട്ട് വെക്കും. അതായത് കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലിപ്പ് ഇടുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ മൈക്രോസ്കോപ്പിന്റെ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ലൈറ്റ് ഒക്കെ എവിടോട്ട് ഫോക്കസ് ചെയ്യും? ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യും. ദെൻ അതിനുശേഷം ലെൻസ് ഒക്കെ ഒബ്ജക്റ്റീവ് ലെൻസും അതുപോലെ തന്നെ ഐപീസ് ലെൻസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് വസ്തു വേണമെങ്കിലും ഏതിലൂടെ നിരീക്ഷിക്കാം? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാം. അപ്പൊ സാധാരണഗതിയിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആയിരിക്കും. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു വസ്തുവിനെ, നമ്മൾ വെച്ച വസ്തുവിനെ നമുക്ക് 1000 മടങ്ങൊക്കെ വലിപ്പത്തിൽ കാണാനായിട്ട് ഏതിലൂടെ സാധിക്കും? ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ സാധിക്കും. ഇവിടെ ലൈറ്റ് റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ സ്റ്റെം നിരീക്ഷിക്കുന്നതാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ നമുക്ക് റൂട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലീഫോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്റ്റെമ്മിലെയും ലീഫിലെയും ഒക്കെ സെൽസ് കാണാൻ സാധിക്കും. അപ്പൊ ഈ സെൽ എന്ന് പറയുന്നത് ഈ സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ ഉള്ള സെൽസ് നമ്മൾ പുറമെ നോക്കുമ്പോൾ ഡിഫറന്റ് ഷേപ്പിലും സൈസിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിനകത്തിലുള്ള പാർട്സ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. അപ്പൊ ഏതൊക്കെ പാർട്സ് ആണ് ഈ സെല്ലിനകത്തിൽ കാണപ്പെടുക എന്നുള്ളത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.